18,814 ആരാധകർ. വനിതാ T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിനും ഇത്രയും വലിയൊരു ജനക്കൂട്ടം സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ കളി വെറുമൊരു മത്സരമല്ല, യുദ്ധമാണ്. മത്സരം കഴിഞ്ഞപ്പോൾ മൈതാനത്ത് ഒരു ഹാൻഡ്ഷേക്ക് പോലും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടുത്തെ ചൂട്. പവർ പ്ലേയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ഞെട്ടിച്ചെങ്കിലും ഒടുവിൽ അയൽക്കാരെ നാണം കെടുത്തി ഇന്ത്യ വെന്നിക്കൊടി പാറിച്ചു. എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ആ മാസ് തിരിച്ചുവരവ്? ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയത് 170 റൺസ് എന്ന മികച്ച സ്കോറായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ തുടക്കത്തിൽ ഇന്ത്യയെ ശരിക്കും ഭയപ്പെടുത്തി. പവർ പ്ലേയിൽ ബോളിംഗിലും ബാറ്റിംഗിലും അവർക്കായിരുന്നു മേധാവിത്വം. ഇന്ത്യൻ ഫീൽഡർമാരുടെ പിഴവുകൾ അവർക്ക് ബോണസായി. മുനീബ് അലിയെ 2 തവണയാണ് ഇന്ത്യ കൈവിട്ടത്. എന്നാൽ 6-ാം ഓവർ കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ കളം മാറ്റി ചവിട്ടി. ടീം അംഗങ്ങളെ ഒപ്പം കൂട്ടി കടുത്തൊരു ക്ലാസ് എടുത്തതോടെ കളിയുടെ ഗതി മാറി മറിഞ്ഞു. പിന്നീട് ബർമിംഗ്ഹാമിൽ കണ്ടത് ദീപ്തി ശർമ്മ എന്ന മാന്ത്രികയുടെ മികച്ച പ്രകടനം. വെറും 10 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റുകൾ. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ ദീപ്തി പാകിസ്ഥാന്റെ നടുവൊടിച്ചു. വെറും ഒരു ഫൈഫർ, 5 വിക്കറ്റ് ഹോൾ മാത്രമല്ല, പാകിസ്ഥാന്റെ ടോപ്പ് സ്കോററെ ഒരു മാസ് റോക്കറ്റ് ത്രോയിലൂടെ റൺഔട്ട് ആക്കിയതും ദീപ്തിയായിരുന്നു. ഈ പ്രകടനത്തോടെ അന്താരാഷ്ട്ര T20 ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ഒന്നാമത്തെ താരമായി ദീപ്തി ശർമ്മ മാറി. 166 വിക്കറ്റുകൾ. ഹനുമാൻ ജി ഗ്രേറ്റ് ഹൈ എന്ന് കളിക്ക് ശേഷം ദീപ്തി പറഞ്ഞപ്പോൾ ആരാധകരുടെ നെഞ്ചാണ് നിറഞ്ഞത്. ഇന്ത്യയെ ഒരു സുരക്ഷിത സ്കോറിലേക്ക് നയിച്ചത് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുടെയും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെയും ക്ലാസിക് പാർട്ണർഷിപ്പായിരുന്നു. തുടക്കത്തിലെ സമ്മർദ്ദത്തിന് ശേഷം കളി നിയന്ത്രണത്തിലാക്കാൻ ഇവർക്ക് സാധിച്ചു. ഒപ്പം ഡെത്ത് ഓവറുകളിൽ റിച്ച ഘോഷ് നടത്തിയ വെടിക്കെട്ട് കൂടിയായപ്പോൾ ഇന്ത്യക്ക് മികച്ച സ്കോർ ലഭിച്ചു. ബോളിംഗിലേക്ക് വന്നാൽ തന്റെ ലോകകപ്പ് അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ ഒരു താരം കൂടിയുണ്ട്. ശ്രീചരണി. പാകിസ്ഥാനെതിരെ വെറും 21 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് ഈ യുവതാരം പിഴുതത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ പ്രകടനം. ഈ തകർപ്പൻ ജയത്തോടെ ഇന്ത്യ ചില വമ്പൻ റെക്കോർഡുകളും സ്വന്തമാക്കി. 64 റൺസിന്റെ വമ്പൻ വിജയം. പാകിസ്ഥാനെതിരെ ലോകകപ്പിൽ ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. സ്പിൻ കിണി. ഈ മത്സരത്തിൽ ഇന്ത്യൻ സ്പിന്നർമാർ മാത്രം എടുത്തത് 9 വിക്കറ്റുകളാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഒരു ഇന്നിംഗ്സിലെ ഏറ്റവും ഉയർന്ന സ്പിൻ വിക്കറ്റ് റെക്കോർഡിനൊപ്പം എത്തി ഇന്ത്യ. NRR ബൂസ്റ്റ്. വരാനിരിക്കുന്ന ലീഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഈ വലിയ മാർജിനിലുള്ള വിജയം വലിയ സഹായമാകും. ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരം തന്നെ ഇത്രയും ആധികാരികമായി ജയിക്കാൻ കഴിഞ്ഞത് ഹർമൻപ്രീതിനും സംഘത്തിനും വലിയ ആത്മവിശ്വാസം നൽകും. അപ്പോൾ ആരാധകരെ, ദീപ്തി ശർമ്മയുടെ ഈ ചരിത്ര പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ചാനൽ വീണ്ടും എത്തും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.